بسم الله الرحمن الرحيم والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1224 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 73-74 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്തുള്ള ഇബാദുർ റഹ്മാനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവരുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന 73-74 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബാദുർ റഹ്മാന്റെ 2 സവിശേഷതകൾ കൂടി പരാമർശിക്കപ്പെടുകയാണ് ഈ ആയത്തുകളിലായിട്ട്. സത്യവിശ്വാസി സമൂഹം അവരുടെ കുടുംബ പശ്ചാത്തലത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുപോലെ തന്നെ വളരെ പ്രാഥമികമായ വിദ്യാഭ്യാസ പ്രക്രിയയിലുമൊക്കെ ശ്രദ്ധാപൂർവം ഉൾപ്പെടുത്തുകയും നിരന്തരം പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്തുള്ള ഇബാദുർ റഹ്മാൻ സംബന്ധമായിട്ടുള്ള വിവരണങ്ങൾ. സാധിക്കുന്നവര് ഈ ആയാത്തുകൾ മനഃപ്പാഠം പഠിക്കുകയും അത് നിരന്തരമായി പ്രാർത്ഥനകളിലൊക്കെ ആവർത്തിച്ച് പാരായണം ചെയ്തൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനകരമായിരിക്കും. ഈ ആയാത്തുകളിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്ന ഓരോ കാര്യവും നമ്മുടെ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ശ്രദ്ധാപൂർവം പഠിപ്പിക്കുകയും വേണ്ടതാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഈ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 2 ആയത്തുകളിലും തൊട്ടു മുമ്പ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് 3 വൻ പാപങ്ങള് പരാമർശിക്കപ്പെട്ടതിന് ശേഷം അത്തരം പാപകൃത്യങ്ങളിൽ ആരെങ്കിലും പെട്ടുപോകുന്നുവെങ്കിൽ അതിനെ തുടർന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിലേക്ക് മടങ്ങി വരികയും ജീവിതം ഏറ്റവും സുഹൃതമുള്ളതാക്കി മാറ്റുകയും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ നന്നാക്കിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അള്ളാഹു ഓർത്തു കൊടുക്കുമെന്നും അവര് അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന്റെ പാതയിലാണ് എന്നും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അവരൊരിക്കലും തന്നെ കള്ളസാക്ഷ്യം പറയുകയില്ല. അവര് ഷാഹിദൂന ലിൽ ഹഖ് ആയിരിക്കും, സത്യത്തിനുള്ള സാക്ഷികളായിരിക്കും.
സത്യമാണ് അവർ ഉദ്ഘോഷിക്കുക. സത്യത്തിനു വേണ്ടിയാണ് നിലക്കുള്ള, സത്യത്തിനു വേണ്ടിയാണ്, നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് അവര് സാക്ഷിയാവുക. കള്ളസാക്ഷ്യം ചെയ്യുകയില്ല, അല്ലെങ്കിൽ കള്ളത്തിന് സാക്ഷ്യമാവുകയില്ല, വ്യാജമായ സാക്ഷ്യം അവര് ചെയ്യുകയില്ല. തെറ്റായ ഒരു സംഗതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നല്ല ഒരു കാര്യത്തിന് വേണ്ടി തന്നെ തെറ്റായ കളവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാക്ഷ്യം പറയുകയൊന്നും ചെയ്യില്ല അവര്. അപ്പോ വല്ലദീന ലാ യശ്ഹദൂന സൂറ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവരൊരിക്കലും തന്നെ സൂറായ, വ്യാജമായ, ഫാൾസ്ഹുഡായ, അബദ്ധമായ സംഗതിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്നവരാവുകയില്ല. അവരുടെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പും അത് സാക്ഷ്യം ചെയ്യുന്നത്, അവര് സത്യത്തിന് സാക്ഷ്യം ചെയ്യുന്നവരായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ഏകദേശം മധ്യത്തില് നമ്മളോടായിട്ട് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം, അതുപ്രകാരം മധ്യസ്ഥാനീയരായ ഒരു സമൂഹമാക്കിയിരിക്കുന്നു നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകുന്നതിന് വേണ്ടി, പ്രവാചകൻ നിങ്ങളുടെ കാര്യത്തിലും സാക്ഷിയാകുന്നതിന് വേണ്ടി എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സാക്ഷ്യം വഹിക്കല് സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹഖ് ഇതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ. അടിസ്ഥാനപരമായ സാക്ഷ്യം അതാണ്. ഞങ്ങൾക്ക് ജീവിതം കൊണ്ട്, ഞങ്ങളുടെ ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യം ഇതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് ഓരോ വിശ്വാസിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അയാൾ വായ കൊണ്ട് പറയേണ്ടതുണ്ട്, കർമ്മം കൊണ്ട് അത് പ്രയോഗത്തിൽ കാണിക്കേണ്ടതുണ്ട്, അതിനെതിരെയുള്ള ചലനങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അതിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് സത്യസാക്ഷ്യം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും സത്യം ഉയർത്തിപ്പിടിക്കുകയും സത്യം ഇതാണ് എന്ന് വിളിച്ചു പറയുകയും ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ചെയ്യുവാനുള്ളത്. അവരൊരിക്കലും തന്നെ വ്യാജത്തിന്, അബദ്ധത്തിന്, തെറ്റിന്, മിഥ്യക്ക് സാക്ഷികളായിട്ട് നിലകൊള്ളുകയില്ല. അത് നമുക്ക് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിത രംഗത്തേക്ക് ഈ ആയത്തിനെ ഒന്ന് കൊണ്ടുവന്നാൽ നമ്മൾ ഏതൊക്കെ തോണികളിലാണ് കാലിട്ടിരിക്കുന്നത് എന്നത് ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും നമ്മൾ വ്യാജത്തിന് സാക്ഷികളാകുന്നവരാണോ അല്ലേ എന്ന്. വിശ്വാസികളായിരിക്കെ തന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആദർശത്തിന്റെ ആളുകളാകും, നിരീശ്വരത്വത്തിന്റെയോ നിർമ്മതത്വത്തിന്റേതോ ഒക്കെ ആയിട്ടുള്ള ആദർശങ്ങളുടെ കൂട്ടായ്മകളിൽ കാലിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് അസത്യത്തിന്, വ്യാജത്തിന് സാക്ഷികളാവലാണ്, യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ആളുകൾക്കറിയാം, അവര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും സൂറാണ്, വ്യാജമായതാണ്, അർത്ഥരഹിതമായതാണ്, അതുപോലെ മിഥ്യയാണ്. അത്തരം മിഥ്യകളെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോ അതിന്റെ ഉള്ളുകള്ളികള് തുറന്നു കാണിച്ചുകൊണ്ട് അത് മിഥ്യയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വേണം ഓരോരുത്തരും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾ നിലകൊള്ളാൻ. എല്ലാ മിഥ്യകളെയും ന്യായീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും അതിന് സാക്ഷികളാവുകയും ചെയ്യുന്നവരായിട്ടല്ല സത്യവിശ്വാസികളുടെ ജീവിതം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വൈജ്ഞാനികമായ, ബുദ്ധിപരമായ സമീപനം എന്നത് സത്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. വിദ്യാഭ്യാസ പ്രക്രിയ അതിനു വേണ്ടിയുള്ളതാണ്. അത് നമ്മളുടേതാക്കുക, വേറെയുള്ളവരുടേതാക്കുക എന്നുള്ളതല്ല. സത്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. സത്യം കണ്ടെത്താൻ തന്റെ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതാണ് ഒരു അധ്യാപകൻ ചെയ്യാനുള്ളത്. സത്യം എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്ത്
യാതൊരു വിധത്തിലുള്ള ചായ്വും ചെരിവും കാണിക്കാതെ കണ്ടെത്തുക എന്നതാണ് വിദ്യാർത്ഥികൾ ചെയ്യാനുള്ള കാര്യം. ഞാൻ സൂചിപ്പിച്ചു വന്നത് സത്യവിശ്വാസികളുടെ ഇബാദുർ റഹ്മാൻ എന്ന വിധത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ ഒരിക്കലും തന്നെ മിഥ്യയെ പിന്തുണക്കുന്നവരോ അതിന് സാക്ഷികളാകുന്നവരോ ആവുകയില്ല. അതുപോലെ തന്നെ വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, അനാവശ്യമായ വ്യർത്ഥമായ അർത്ഥശൂന്യമായ ദ്രോഹകരമായ അല്ലെങ്കിൽ സമൂഹത്തിൽ വിപത്തുണ്ടാക്കുന്ന വിധത്തിലുള്ളതായ കാര്യങ്ങളുടെ പരിസരത്തൂടെ അവർ പോവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ മാന്യത കൈവിട്ടുകൊണ്ടാവില്ല അവർ നീങ്ങുന്നുണ്ടാവുക. വളരെ മാന്യമായ ഒരു സമീപനവുമാണ് അവരതിൽ സ്വീകരിക്കുക. മാന്യമായ സമീപനം എന്താന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒന്ന്, നമ്മൾ അതില് ഭാഗവാക്കാവാതിരിക്കുക, പങ്കാളികളാവാതിരിക്കുക. രണ്ടാമത്തത്, സാധിക്കുന്നിടത്തോളം ആ ലഘുവിനെ തിരുത്താൻ, ആ ലഘുവിൽ നിന്ന് ആളുകളെ അകറ്റാൻ നമ്മൾ പ്രയത്നിക്കുക എന്നതാണ്. കൈകൊണ്ട് സാധിക്കുമെങ്കിൽ, നാവ് കൊണ്ട് സാധിക്കുമെങ്കിൽ, ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യുന്ന വിധത്തിലെങ്കിലും ചെയ്തുകൊണ്ടാണ് ഏത് ലഘുവിനോടും സത്യവിശ്വാസികൾ ഒരു സമീപനം സ്വീകരിക്കുക എന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അവരുടെ ഒരു നിലപാട് ഇതാണ്, വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ എന്നതാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ ഒന്ന് നോക്കാം. വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹ സുമ്മൻ വഉമ്യാന. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രദ്ധ പതിയേണ്ട ഒരായത്തായിട്ടാണ് ഈ സംഗതി എനിക്ക് തോന്നിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എന്തുമാത്രം ഓബ്ജക്റ്റീവ് അപ്രോച്ചാണ് ജ്ഞാനത്തിനോടും നിലപാടുകളോടും വസ്തുതകളോടും കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുന്നതിനോടും സ്വീകരിക്കുന്നത് എന്നതാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്നത്. വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാതി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ, സ്രഷ്ടാവായ നാഥന്റെ ദൃഷ്ടാന്തങ്ങള് അവരെ ഉണർത്തുകയാണെങ്കിൽ, അവരെ കേൾപ്പിക്കപ്പെടുകയാണ്, അവരെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ സൂക്തങ്ങൾ അവരെ കേൾപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അവരെ ആരെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് ഉണർത്തുന്നുവെങ്കിൽ, ലം യഖിറൂ അലൈഹ, ഇവിടെ ഖറ എന്ന വാക്ക് പലയിടത്തും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് സുജൂദിൽ വീഴുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവര് ചെന്ന് വീഴുകയില്ല. സുമ്മമ്പൗമ്യാന, കേൾവിയില്ലാത്തവരും കാഴ്ചയില്ലാത്തവരും എന്ന വിധത്തില് അന്ധവും ബധിരവുമായ ഒരു സമീപനമല്ല ദൈവിക ദൃഷ്ടാന്തങ്ങളോട് അവർ സ്വീകരിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാം അന്ധവിശ്വാസത്തെ ഒരിക്കലും തന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഇസ്ലാം ബ്ലൈൻഡ് ഫെയ്ത്ത് ആവശ്യപ്പെടുന്നേയില്ല. അങ്ങനെ ആവശ്യപ്പെടുന്ന ചില മതങ്ങളുണ്ട്. അത് ദൈവിക മതത്തില് കൈകടത്തലുകൾ നടത്തി ഗതികെട്ട് പോയത് കൊണ്ട് ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ പറയാൻ കഴിയാതെ ഗതിമുട്ടിയപ്പോ ഇത് വിശ്വാസമാണ്, ഇതില് ബുദ്ധിക്കോ യുക്തിക്കോ സ്ഥാനമില്ല, അത് കണ്ണടച്ച് വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന ഒരു വിശദീകരണം കൊടുക്കേണ്ടി വന്നതാണ്. അത് ദൈവിക മതത്തില്, ദൈവിക മാർഗദർശനത്തില് സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പല കൈകടത്തലുകളും നടത്തിയപ്പോ അത്തരം മതസമൂഹങ്ങളും സമുദായങ്ങളും അങ്ങനെയുള്ള അന്ധമായ വിശ്വാസം പ്രൊമോട്ട് ചെയ്യാൻ നിർബന്ധിതരായതാണ്. അല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അതാണ് അതിന്റെ കാരണം. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കേൾപ്പിക്കപ്പെട്ടാൽ അത് മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും ഒരാളെ ഉണർത്തുന്നുവെങ്കിൽ, ഉത്ബോധിപ്പിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉപദേശം നൽകുന്നുവെങ്കിൽ എന്തായിരിക്കും അയാളുടെ, ഇബാദുർ റഹ്മാൻ എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരാളുടെ നിലപാട് അതിനോട്?
നീ ഇപ്പോ ചെയ്തത് ശരിയല്ല കേട്ടോ, അള്ളാന്റെ കിതാബ് അനുസരിച്ച്, അള്ളാന്റെ ഈ ആയത്ത് അനുസരിച്ച് അതല്ല ശരിയായ നിലപാട് എന്ന് ഒരാളോട് പറഞ്ഞാൽ എന്തായിരിക്കും ഇബാദുർ റഹ്മാന്റെ നിലപാട് കാര്യത്തിൽ? ലം യഖിറു അലൈഹ സുമ്മം വഉമ്യാന. സുമ്മ ആയിക്കൊണ്ടോ ഉമ്യാനായിക്കൊണ്ടോ ബധിരനായിക്കൊണ്ടോ അന്ധനായിക്കൊണ്ടോ അയാൾ അതില് ചെന്ന് വീഴുകയില്ല. ഈ വീഴുക എന്നതിന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, അന്ധമായിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടി അതിൽ വീഴാം. മറ്റൊന്ന്, അന്ധമായിട്ട് അതിനെ തള്ളിക്കളയാനും എതിർക്കാനും വേണ്ടി അങ്ങനെ അതിൽ ചെന്ന് വീഴാം. മലയാളത്തിൽ പലപ്പോഴും നമ്മൾ പൊളിഞ്ഞെട്ടി വീഴുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ചെന്ന് വീഴുന്ന, അന്ധതയും ബധിരതയും അവരുടെ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകളായിക്കൊണ്ട് ഒരു നിലപാട് അവർ സ്വീകരിക്കില്ല. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ സൂക്തങ്ങള് അവരെ ഉണർത്തുകയാണെങ്കിൽ അവരതേക്കുറിച്ച് നല്ല ആലോചനയുള്ളവരായിരിക്കും, തദബ്ബർ ചെയ്യും, കാര്യങ്ങളെ വേണ്ട വിധത്തില് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ആ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിൽ അതാണ് ശരിയെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരതിനെ പിന്തുണച്ചുകൊണ്ടു. അതല്ല, അത് വ്യാജമായൊരു കാര്യമാണ് പറയപ്പെട്ടതെങ്കിൽ, തെറ്റായൊരു സംഗതിയാണ്, അസ്വീകാര്യമായൊരു സംഗതിയാണ് എങ്കിൽ അത് അവര് വേണ്ട എന്ന് വെക്കുകയും ചെയ്യും. അപ്പൊ അതില് അന്ധമായൊരു സമീപനമല്ല, നല്ലൊരു കാര്യം തന്നെയാണ് പറയപ്പെട്ടതെങ്കിൽ പോലും അത് അന്ധമായിട്ട് അങ്ങ് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ബധിരമായൊരു നിലപാട് അതിനോട് എടുക്കുകയോ ചെയ്യല്ല. കാരണം അതിന് ഒരു ഒരു ലൈഫ് അല്ലാതെ ഉണ്ടാവില്ല. കാരണം ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത് തകർന്നു വീഴും. അന്ധവും ബധിരവുമായ ഒരു സമീപനം സ്വീകരിച്ചാൽ ഒരുപാട് കാലമൊന്നും ആളുകൾക്ക് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് അത് സ്വീകരിച്ച് അതിൽ നിലക്കൊള്ളുന്നവരാകെ മാറാൻ കഴിഞ്ഞോളുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അത് അടിത്തറയില്ലാത്തതാണ് എന്ന് മനസ്സിലായി അവരതിനെ കൈയൊഴിയും. അതല്ല ദൈവിക ദൃഷ്ടാന്തങ്ങളോട് ഇബാദുർ റഹ്മാൻ സ്വീകരിക്കുന്ന നിലപാട്. അവരതിനെ മനനം ചെയ്യും, അതിനെക്കുറിച്ച് ആലോചിക്കും, അത് തദബ്ബർ ചെയ്യും, വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടും സമീപനവും സ്വീകരിക്കും. അന്ധതയും ബധിരതയും ഉള്ള വിധത്തിലല്ല അവരത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക. സ്വീകരിക്കാനും ചിലപ്പോൾ അന്ധത ഉണ്ടാകും, ബധിരത ഉണ്ടാവും, തള്ളിക്കളയാനും ചിലപ്പോൾ അന്ധതയും ബധിരതയും ഒക്കെ ഉണ്ടാവും. ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഇബാദുർ റഹ്മാന്റെ വിശേഷണമായിട്ട് ഇവിടെ പറയുന്ന ഗുണം ഈ അന്ധതയും ബധിരതയും അല്ല. ഒരു കാര്യം സ്വീകരിക്കാനായാലും തള്ളിക്കളയാനായാലും ഈ രണ്ട് ഗുണങ്ങള് ഇസ്ലാം ആർക്കും അഭിലഷണീയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല. വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാതി റബ്ബി, തങ്ങളുടെ റബ്ബിന്റെ വല്ല സൂക്തങ്ങളും വല്ല ദൃഷ്ടാന്തങ്ങളും വല്ല വിസ്മയകരമായ പ്രതിഭാസവും ദൈവികമായിട്ടുള്ളത് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ അവരെ അതില് അന്ധമായിട്ടോ ബധിരമായിട്ടോ വീഴുകയില്ല, അല്ലെങ്കിൽ അന്ധമോ ബധിരമോ ആയ ഒരു നിലപാട് അവരതിനോട് സ്വീകരിക്കുകയില്ല. അന്ധമോ ബധിരമോ ആയ നിലപാട് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവര് കണ്ണ് തുറന്ന് അതിനെ കാണും, കാത് കൂർപ്പിച്ച് കേൾക്കും, ഇതാണ് അതിന്റെ അർത്ഥം. നന്നായി സൂക്ഷ്മമായി അവരതിനെ നിരീക്ഷിക്കും, വളരെ സൂക്ഷ്മതയോടുകൂടി അവരതിനെ കേട്ട് മനസ്സിലാക്കും. അങ്ങനെയുള്ള ഒരു നിലപാടാ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരതിന്റെ അന്തരാർത്ഥങ്ങൾ വരെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറും. അള്ളാഹുവിന്റെ പേരിൽ വല്ല വ്യാജവും ആരെങ്കിലും അവതരിപ്പിക്കുകയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവർ തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് മതസമൂഹങ്ങളുണ്ട്. ദൈവത്തിന്റെ പേരിൽ വ്യാജം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിതരാക്കുന്ന, ബുദ്ധിക്കോ യുക്തിക്കോ മനുഷ്യന്റെ സ്വാഭാവികമായ നന്മയോടുള്ള ആഭിമുഖ്യത്തിനോടോ യോജിക്കാത്ത പല കാര്യങ്ങളും ദൈവികമായ കാര്യമാണ് എന്ന വിധത്തിൽ പഠിപ്പിക്കുന്ന സമൂഹങ്ങൾ പലതുണ്ട്. അതൊക്കെ ബ്ലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഡെഫ് ആയിട്ട് മാത്രമേ ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ.
അപ്പോ അതിന്റെ യുക്തിയൊന്നും ഇപ്പൊ നമ്മളിപ്പോ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അത് ബുദ്ധിക്ക് നിരക്കുന്നതാണ് ആണോ അല്ലേ എന്നൊന്നും നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു സമീപനം ഇസ്ലാമിന് ഇല്ല യഥാർത്ഥത്തിൽ. ആരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാം അറിഞ്ഞൂടാന്നേ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാം ഏറ്റവും ക്ലിയർ സൈറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു ദർശനാണ്, ഒരു ആദർശമാണ്. അതിൽ കൃത്യതയുണ്ട് എല്ലാറ്റിനും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു യുക്തി തലം തന്നെ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സൗധമാണ്. വളരെ അടിസ്ഥാനപരമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന യുക്തിയുടെ അടിത്തറയിലുള്ള ഒരു ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് ബ്ലൈൻഡ് ആയിട്ടും ഡെഫായിട്ടും സ്വീകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന്റെ ഏറ്റവും പ്രയോജനകരമായ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇബാദുർ റഹ്മാൻ അതിനോടൊരു സമീപനം സ്വീകരിക്കുക. വല്ലദീന യഖൂലൂന, അവരുടെ മറ്റൊരു പ്രത്യേകത അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നതാണ്. അവരുടെ നാവിൻ തുമ്പില്, അവരുടെ ചുണ്ടുകളിൽ നിരന്തരമായി ഉണ്ടാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്താണത്? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. തലമുറകളെ ചേർത്ത് വെക്കുന്ന അതിവിശിഷ്ടമായ ഒരു പ്രാർത്ഥനയാണ്. അവർ അള്ളാഹുവിനോട് നിരന്തരമായി നടത്തുന്ന പ്രാർത്ഥന ഇങ്ങനെ ഒന്ന് കേട്ടു നോക്ക്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഹബ്ലന, നീ ഞങ്ങൾക്ക് നൽകണമേ. എന്താ തരേണ്ടത്? ഖുറത അയ്യുനി, കൺകുളിർമ നൽകണമേ എന്നാണ് പറയുന്നത്. റബ്ബന ഹബ്ലന ഖുറത അയ്യുനി, ഖുറത അയ്യുനാണ് വേണ്ടത്. അയ്യുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, ഖുറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവൃതി, കൺകുളിർമ. കണ്ണുകൾക്ക് ഒരു വലിയ തൃപ്തി അടയാനുള്ള അവസരം, അതാണ് ഖുറത്ത് എന്ന് പറഞ്ഞത്. ഖുറത്തു അയ്യിൻ എന്നൊക്കെ ഉള്ളത് കുട്ടികൾക്കൊക്കെ പേരിടാറുണ്ട് പലപ്പോഴും. കൺകുളിർമ എന്ന് പറഞ്ഞാൽ കണ്ണുകളിലാണ് മനസ്സിൽ അനുഭവപ്പെടുന്ന സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും പ്രതിഫലനം കാണാൻ കഴിയും. ശരീരത്തിൽ വേറെ എവിടെയും അത് അത്രത്തോളം പ്രകടമായിക്കൊള്ളുന്നില്ല. മുഖത്തുള്ള പുഞ്ചിരി തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മുഖത്തെ പുഞ്ചിരി തന്നെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്നത് കണ്ണുകളിൽ കാണുന്ന ആ സന്തോഷവും ആനന്ദവും പ്രകടമാകുമ്പോഴാണ്. പക്ഷെ മുഖത്തിന്റെ ചർമ്മമൊന്നുമല്ല അത് കൂടുതലായിട്ട് റിഫ്ലക്ട്, കണ്ണുകളാണ്. അപ്പൊ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന, കണ്ണുകൾക്ക് തൃപ്തി നൽകുന്ന ഒരനുഭവം നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. എന്ത് കാര്യത്തിലാണ്? മിൻ അസ്വാജിന വദുരിയാതിന, ഞങ്ങളുടെ ഇണകളുടെ കാര്യത്തിലും ഞങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലും, ഭാര്യമാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ, അതുപോലെ സന്തതികളുടെ, മക്കളുടെ കാര്യത്തിൽ കണ്ണുകൾക്ക് കുളിർമ ഉണ്ടാവുന്ന, കണ്ണുകൾക്ക് ഒരു തൃപ്തി അടയാൻ കഴിയുന്ന ഒരു അനുഭവം നീ തരണമേ എന്നതാണ് പ്രാർത്ഥന. വല്ലാത്തൊരു ബർക്കത്ത് ചോദിക്കലാണ്. ഭാര്യയും മക്കളും ഒക്കെ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എത്ര പേർക്ക് ഖുറത്ത് അയ്യിനുണ്ട് എന്നത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അത് അള്ളാഹു തരുന്ന ഒരു വലിയ ബർക്കത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലും വിവാഹിതരാകുമ്പോൾ ബറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു നിങ്ങൾ ഇരുവർക്കും ബർക്കത്ത് തരട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ അനുഗ്രഹം ചൊരിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ. ആ പ്രാർത്ഥനയ്ക്ക് വലിയ മൂല്യമുണ്ട്, വളരെ മൂല്യവത്തായ ഒരു കാര്യമാണത്. ആരെങ്കിലും വിവാഹിതരാകുമ്പോൾ കുത്തുവാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സോ ഒന്നുമല്ല നടത്തുന്നത് മുസ്ലിങ്ങൾ. സത്യവിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ആ പ്രാർത്ഥനാ വാചകമാണിത്, ബാറക്കല്ലാഹു ലക്കുമ എന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അള്ളാഹുവിന്റെ ബർക്കത്താണ് തരുന്നത്. ആ ബർക്കത്ത് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്നതാണ് ഈ ഖുറത്ത് അയ്യിൻ എന്നത്. അയാളുടെ കണ്ണുകളും മനസ്സും മറ്റ് ആളുകളിലേക്കോ വ്യക്തികളിലേക്കോ സാധ്യതകളിലേക്കോ ഒന്നും ഇങ്ങനെ ചിതറിപ്പോവില്ല. അയാൾക്ക് അത്രയും തൃപ്തി അതിൽ ലഭിക്കും. അള്ളാഹു നൽകുന്നതാണ് ആ തൃപ്തി. അത് അള്ളാഹിനോട് ചോദിക്കുകയാണ് ഇവിടെ. റബ്ബന ഹബ്ലന, ഇവിടെ പറയുന്നത് ഹബ്ലന
മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ. ഞങ്ങളുടെ പത്നിമാരിലും ഞങ്ങളുടെ മക്കളിലും ദുരീയത്തിലും, ദുരീയത്ത് എന്നുള്ളത് സ്വന്തം മക്കൾ മാത്രമല്ല, മക്കളുടെ മക്കളെ കൂടി അങ്ങോട്ട് നീണ്ടുപോകുന്ന പിന്മുറക്കാരായ മക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ദുരീയത്ത് എന്നുള്ള പ്രയോഗം എന്ന് കാണാൻ കഴിയും. അപ്പം ഭാര്യമാരിലും സന്തതികളിലും അവരിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്താനങ്ങളിലും നമുക്ക് നൽകേണ്ടത്, അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത് പുറത്തു ആയിനാണ്, കണ്ണുകൾക്കുള്ള സംതൃപ്തി, കണ്ണുകൾക്ക് ആനന്ദവും തൃപ്തിയും കാരണമായിട്ടുള്ള ഒരു കുളിര അടയലാണ് ഇവിടെ തേടുന്നത്, കൺകുളിർമ. ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുൻ. ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖികൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനോട് ശരിയായ തഖ്വയുടെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, നല്ല മനുഷ്യന്മാര്, ഇബാദുർ റഹ്മാൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ വേറൊരു പേരാണ് മുത്തഖീൻ എന്നത്. അവരാണല്ലോ വിജയികളാവുക. വിജയികളാവുന്നത് ഈ ഗുണവിശേഷണങ്ങളൊക്കെ അള്ളാഹു ആരെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അവരെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്നത്. ആ ഇബാദുർ റഹ്മാനിന് തന്നെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മുത്തഖൂൻ എന്ന്, മുത്തഖികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖികൾക്കുള്ള ഇമാമുമാരാക്കണമേ ഞങ്ങളെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരായിട്ട് ഞങ്ങളുടെ പിന്തുടർച്ചക്കാരും മാറണമേ എന്നാണ് അതിന്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചന. ഞങ്ങളുടെ പിൻഗാമികള് ഞങ്ങളെ കണ്ട് പഠിച്ച് നല്ല മുത്തഖികളായി മാറണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ട് പഠിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഞങ്ങളെ നല്ല റോൾ മോഡൽസ് ആക്കിയിട്ട്, ഇമാം എന്ന് പറഞ്ഞാല് നായകൻ, നേതാവ്, മുന്നിൽ നടക്കുന്നവൻ, മാതൃക എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരുപാട് വേറെ അർത്ഥങ്ങളുണ്ട് ഇമാം എന്നുള്ള വാക്കിന്. അപ്പോ ഇതൊക്കെ പോസിറ്റീവായ അർത്ഥങ്ങളാണ്. അപ്പോ ഞങ്ങളുടെ പിന്മുറക്കാരായ ആളുകൾക്ക് ഞങ്ങളെ നല്ല മാതൃകകളാക്കണമേ എന്ന രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. ഞങ്ങളെ നേതാക്കന്മാരാക്കണേ എന്നത് അതിൽ തീർച്ചയായിട്ടും അതിലൊരു സൂചനയുണ്ട്. കാരണം പോസിറ്റീവായ ഒരു കാര്യത്തിന് മാതൃകയാവലും അതിൽ മുന്നിൽ നടക്കുകയും ചെയ്യുന്നത് അത് അധികാരമല്ല കേട്ടോ. ഏറ്റവും നല്ല കാര്യങ്ങളിൽ മുന്നിൽ നടക്കുന്ന ഒരാൾക്കാണല്ലോ നമ്മൾ ആ കാര്യത്തിൽ നേതാവായിട്ട് പരിഗണിക്കപ്പെടുക. അക്കാര്യത്തിലാണ്, അല്ലാതെ അധികാരത്തിനുള്ള കൊതി കാണിക്കുകയല്ല ഇവിടെ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തേട്ടമല്ല. അതും അതിൽ പെടാം, അത്രയേ ഉള്ളൂ. ആവശ്യമാണെങ്കിൽ അതും പെടാം. പക്ഷെ ഏതും നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി ആവണമല്ലോ. അപ്പൊ തൃപ്തിപ്പെടുന്ന ഒരു കാര്യത്തിന്, അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകുന്ന ഒരു കാര്യത്തിന് അതിൽ നമ്മൾ മുന്നിൽ തന്നെ എത്തുന്നവരായി മാറണം എന്നത് നമ്മുടെ പിന്നിൽ വരുന്നവർക്ക് മുത്തഖികളായി മാറാനുള്ള, അവർക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിൽ അർപ്പിക്കുന്നവരായി മാറാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പൊ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറകെ വരുന്ന ആളുകൾക്കുള്ള പ്രചോദനമായിക്കൊണ്ട് ഞങ്ങളെ നീ ഏറ്റവും നല്ല റോൾ മോഡൽസ് ആയി, നല്ല മാതൃകകളാക്കി മാറ്റണമേ എന്നാണ്. ആർക്കുള്ള മാതൃകയാണ്? ദുർവൃത്തികളിൽ കഴിയുന്ന ദുഷ്ടജനങ്ങൾക്കുള്ള മാതൃകയായിട്ടല്ല, മുത്തഖികൾക്കുള്ള മാതൃകയായിട്ട്, അവർക്കുള്ള റോൾ മോഡൽസ് ആയിട്ട്, അവർക്കുള്ള മാതൃകയും നേതാവും ഒക്കെ ആയിട്ട് ഞങ്ങളെ നീ മാറ്റണമേ എന്നാണ് പറയുന്നത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ ഇമാമാക്കണമേ എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞതാണ്, വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിമിനെ നാം ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിച്ചല്ലോ. അദ്ദേഹം അതൊക്കെ കൃത്യമായി പാലിച്ചു, പൂർത്തീകരിച്ചു. അതിനെ തുടർന്ന് എന്താ നാം പറഞ്ഞത്? നാം പറഞ്ഞിട്ടുള്ള കാര്യം ജഅൽനാക ഇമാമ എന്നതിൽ വാചകം എന്റെ മനസ്സിന് പോവാണ്.
വൈന്നി ജായിലുക ലിന്നാസി ഇമാമ എന്നാണ് അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അവിടെ പറയുന്നത്. ജായിലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ജനങ്ങൾക്കുള്ള മാതൃകയായിട്ട്, മുന്നിൽ നടക്കേണ്ടവനായിട്ട്, നേതാവായിട്ട്, ഇമാമായിട്ട് നിശ്ചയിക്കുകയാണ് എന്ന് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇമാമാവുക എന്നത് നമുക്കൊക്കെ തന്നെ ആഗ്രഹിക്കേണ്ടതായ ഒരു കാര്യമാണ്. അത് ഏറ്റവും നല്ല മാതൃകയാവുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം. അതില് മുന്നിൽ നടക്കുന്നവനുണ്ട്, നയിക്കുന്നവനുണ്ട്, ഇമാമുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോ മുത്തഖികളായ പിന്മുറക്കാര് വരുമ്പോ അങ്ങനെ പിന്മുറക്കാരായിട്ട് നമ്മുടെ പുറകിലായിട്ട് നമ്മുടെ മാതൃക കണ്ടു വരേണ്ടത് ആരാണ്? ഫാജിറുകളും കുഫാറുകളും അതുപോലെ എല്ലാ ദുർവൃത്തികളിലും ഏർപ്പെടുന്നവരൊന്നുമല്ല. മുത്തഖികളായ ആളുകൾക്കാണ് നമ്മൾ റോൾ മോഡൽസ് ആവേണ്ടത്. ആ വിധത്തില് അള്ളാഹുവെ നീ ഞങ്ങളെ പരിവർത്തിപ്പിക്കണമേ എന്നാണ് ഇവിടെ ഓരോരുത്തരുടെയും ഇബാദുർ റഹ്മാനിൽപ്പെട്ട ഓരോരുത്തരുടെയും പ്രാർത്ഥന. വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ്. തലമുറകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ തേടിയിട്ട് പിന്നെ പിന്മുറക്കാരായിട്ട് വരുന്ന ആളുകൾക്ക് ഞങ്ങളെ മാതൃകയാക്കണമേ, ഞങ്ങളെ നായകന്മാരാക്കണമേ, റോൾ മോഡൽസ് ആക്കണമേ എന്നാണ് ഇവിടെ ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ ജീവിച്ച് മരിച്ചു പോയല്ലോ, ഞങ്ങൾ ഇവിടെ ഒരു കാലം കഴിച്ചു കൂട്ടിയല്ലോ, അത് ആർക്കെങ്കിലുമൊക്കെ നല്ല മനുഷ്യർക്ക്, പുറകെ വരുന്ന നല്ല മനുഷ്യർക്ക് ഒരു പ്രചോദനമാക്കണമേ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ടാവണം. നമ്മൾ മറ്റുള്ളവർക്ക് റോൾ മോഡൽസ് ആവണമെങ്കിൽ, പ്രചോദനമാവണമെങ്കിൽ നമ്മൾ അത്രയും ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തണമല്ലോ. അപ്പോഴല്ലേ മുത്തഖികൾക്ക് നമ്മൾ ഇമാമായിട്ട് മാറുക. വല്ലാത്തൊരു പ്രാർത്ഥനയാണ് ഇത്. ആരും തന്നെ അധികാരക്കൊതി കാണിക്കാനും സ്ഥാന ലബ്ധിക്ക് വേണ്ടി ഉള്ള മോഹവും ഒന്നുമായിട്ട് കാണേണ്ടതില്ല. അതൊക്കെ ആവശ്യമാണെങ്കിൽ വേണ്ടതും തന്നെയാണ്. പക്ഷെ നമ്മൾ ആവശ്യത്തിനു വേണ്ടിയല്ല, സമൂഹത്തിനും നന്മക്കും ഒക്കെ വേണ്ടി നമ്മളൊരു പദവിയിൽ ഇരിക്കല് വേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അതും അതിൽ പെടും. അത്രയേ ഉള്ളൂ. അതല്ലാത്ത അധികാരക്കൊതിയും സ്ഥാനമോഹമൊന്നുമല്ല. മുത്തഖികൾക്കാണ് നമ്മൾ ഇമാമാവണം എന്നുള്ള പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കണ്ടിട്ട് ബാക്കി വരുന്ന പുറകെ വരുന്നവർ ആരാവണം? അവർ മുത്തഖികളായി മാറണം. അപ്പൊ ആദ്യം നമ്മൾ മുത്തഖികളാവണമല്ലോ. അപ്പോഴല്ലേ നമ്മളൊരു ഇമാമായി മാറുള്ളൂ. അപ്പോഴല്ലേ നമ്മളെ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പിന്മുറക്കാർക്ക് മുത്തഖികളാകാൻ സാധിക്കുകയുള്ളൂ. അതില് എന്തെങ്കിലും സ്വാർത്ഥതയുടെയോ അല്ലെങ്കിൽ അഹിതകരമായതിന്റെയോ ഒരു തരിമ്പ് പോലും കാണാൻ കഴിയില്ല. അത്രയും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും അത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അത്തരം സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.